നമസ്കാരം. കേരളത്തിന്റെ ആഘോഷമായ ഓണം വന്നെത്തുമ്പോഴെല്ലാം ഒരു വിഭാഗം തീവ്ര മത നിലപാടുകാർ നടത്തുന്ന വിവാദ പ്രസ്താവനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കായിരിക്കും വഴിവെക്കാറുള്ളത്. ജാതിമത ഭേദമന്യേ മലയാളി ഒന്നാകെ നെഞ്ചിലേറ്റുന്ന സാഹോദര്യത്തിന്റെ സന്ദേശമുള്ള ഓണത്തെ ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം ആചാരമാക്കി ചുരുക്കാനും ഇതര മതസ്ഥർ അത് ആഘോഷിക്കരുതെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്യാനുമാണ് ചില കേന്ദ്രങ്ങളുടെ ശ്രമം. അത്തരത്തിൽ പല മതപ്രഭാഷകരും നടത്തുന്ന പ്രസ്താവനകൾ പലപ്പോഴും ചർച്ചയാവുകയും അല്ലെങ്കിൽ വിവാദമായി മാത്രം മാറുന്നതുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ അങ്ങനെ പറയുന്ന ഒരാളെ ആ മതത്തിൽ തന്നെയുള്ള ഒരാൾ കൈകാര്യം ചെയ്താൽ എങ്ങനെയിരിക്കും? അങ്ങനെ ഒരു സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് മഹാബലിയുടെ വേഷം ധരിച്ച വ്യക്തിയെ ഒരാൾ ചോദ്യം ചെയ്യുകയും തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടാകുന്ന ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. എവിടെയാണ് ഈ സംഭവം നടന്നതെന്ന് വ്യക്തമല്ലെങ്കിലും ചോദ്യം ചെയ്തയാളെ മർദ്ദിച്ച മാവേലിയെ നാട്ടുകാർ അഭിനന്ദിക്കുകയാണ്. മഹാബലി തമ്പുരാനെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അടി തുടങ്ങുന്നത്. ചോദ്യം ചെയ്തയാളും മർദ്ദിച്ച വ്യക്തിയും തമ്മിൽ മറ്റെന്തെങ്കിലും തർക്കങ്ങളുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. എങ്കിലും ഈ വീഡിയോയിൽ മാവേലി വേഷം ധരിച്ചയാൾ പറയുന്നത് ഇങ്ങനെയാണ്: ഞാനൊരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ജനിച്ച മനുഷ്യനാണ്. പക്ഷേ കേരളീയരുടെ ദേശീയോത്സവമായ ഓണം സമ്പൽ സമൃദ്ധമായി എല്ലാവരും ആഘോഷിക്കുന്നതാണ്. പക്ഷേ ഒരു വർഗീയവാദി എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞു, നീ ഒരു ക്രിസ്ത്യാനിയല്ലേ, നിനക്ക് നാണമില്ലേ മഹാബലിയുടെ വേഷം കെട്ടാൻ? നമ്മൾ ക്രിസ്ത്യാനികൾ ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല. ഇതുപോലെ പല മതങ്ങളും അവരുടെ മതത്തിന് വേണ്ടി ഇത്തരം വർഗീയത പ്രചരിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലൊരുത്തിന് എൻ്റെ കൈ കിട്ടിയപ്പോൾ എടുത്തിട്ട് പെരുമാറി. തമസോമ ജ്യോതിർഗമയ, ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. വിഷയത്തിൽ മാവേലി വേഷം ധരിച്ച ആളെ പിന്തുണച്ചുകൊണ്ട് ചിലർ കുറിച്ച കമൻറ്റുകൾ ഇങ്ങനെയായിരുന്നു: ഒരു കുഴപ്പവുമില്ല ചേട്ടാ, അവൻ അതാണ് ചോദിച്ചതെങ്കിൽ ചവിട്ടി അവനെ ഭിത്തിയിൽ തേച്ചത് നന്നായി. അയാൾ ഒരു അന്യമത വിശ്വാസിയായിട്ട് പോലും ആ വേഷം ധരിച്ചുകൊണ്ട് ഒരാളെ അടിക്കേണ്ടി വന്നപ്പോൾ മഹാബലി തമ്പുരാനോട് ക്ഷമ ചോദിച്ചുകൊണ്ടുള്ള ആ പെരുമാറ്റം അഭിനന്ദനാർഹമാണ്. ആണ്ടിലൊരിക്കൽ വന്നാൽ പോരാ, ഇതുപോലുള്ളവരെ ഒതുക്കാൻ മാസത്തിലും വരണം പ്രഭോ. മഹാബലിയല്ല, ഇത് ബാഹുബലി. അങ്ങേക്ക് അവനെ അങ്ങ് ചവിട്ടി താഴ്ത്താമായിരുന്നില്ലേ? ഇങ്ങനെ പോകുന്നു അത്തരം കമൻറ്റുകൾ. അതേസമയം ഓണം ഇതരമത ആഘോഷമാണ്, ഇസ്ലാം വിശ്വാസികൾ ആഘോഷിക്കരുതെന്ന തൊടുപുഴ പാലമല മുഹീദ്ദീൻ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ആഷിഖ് ദാരിമിൻ്റെ പ്രസ്താവനയും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിവാദമായിരുന്നു. എന്നാൽ ഏകദേശം 3 വർഷങ്ങൾക്ക് മുൻപ് മലപ്പുറം തൃശ്ശൂർ അതിർത്തിയിലെ ഒരു സദസ്സിൽ താൻ നടത്തിയ മതപ്രഭാഷണത്തിലെ ഭാഗമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നതെന്ന് അദ്ദേഹം പിന്നീട് വിശദീകരണം നൽകിയിരുന്നു. അവിടുത്തെ സംഘാടകർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മുസ്ലിം ചെറുപ്പക്കാരുടെ ഇസ്ലാമിക പരിധികൾ പാലിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചത്. 2 ആഴ്ച മുൻപ് തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കൈകാര്യം ചെയ്യുന്ന കുട്ടികളാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. എന്നാൽ ചില ബ്ലോഗർമാരും ഇൻഫ്ലുവൻസർമാരും ആദ്യത്തെ 3-4 സെക്കൻഡ് മാത്രം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ച് വർഗീയതയാക്കി മാറ്റുകയായിരുന്നു. ഇത്തരക്കാർ സ്വന്തം റീച്ചിന് വേണ്ടി മാത്രമാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പ്രചരിക്കുന്ന വീഡിയോയ്ക്ക് താഴെ വരുന്ന നെഗറ്റീവ് കമൻറ്റുകളിൽ 90% മുസ്ലിം നാമധാരികളായ ചെറുപ്പക്കാരുടേതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തനിക്ക് നിരവധി ഭീഷണി കോളുകൾ വരുന്നുണ്ടെന്നും വണ്ടിക്ക് കല്ലെറിയുമെന്നവരെ ആളുകൾ ഭീഷണിപ്പെടുത്തിയതായും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നാണെന്ന് പറഞ്ഞ് വിളിച്ച് കേസെടുത്തതായി ഭീഷണിപ്പെടുത്തിയ ഒരാൾ പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച സംഭവം അദ്ദേഹം വിശദീകരിച്ചു. തൻ്റെ പ്രസംഗത്തിലെ ഏതാനും സെക്കൻഡുകൾ മാത്രം കേട്ട് തെറ്റിദ്ധരിച്ച പ്രിയപ്പെട്ടവരോട് മാപ്പ് ചോദിക്കുന്നതായി അദ്ദേഹം പിന്നീട് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മനഃപൂർവ്വം തന്നെ വർഗീയവാദിയാക്കാൻ നടക്കുന്നവരോട് യാതൊരു സന്ധിയുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തീർച്ചയായും നമ്മൾ മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം. എന്നാൽ സ്വന്തം വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള പരിധികൾ ലംഘിക്കരുതെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം എല്ലാവർക്കും ഓണാശംസകൾ നേർന്ന വാക്കുകൾ അവസാനിപ്പിച്ചത്.